അധിപൻ ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലെംസിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് യാക്കോബായ സഭയിൽ പ്രതിസന്ധി രൂക്ഷമായി. സഭയിൽ വൻ സാമ്പത്തിക അഴിമതി നടക്കുന്നുവെന്ന ക്ലെംസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് യാക്കോബായ സഭാ അധ്യക്ഷൻ ശ്രേഷ്ഠ ബസേലിയോസ് പ്രഥമൻ കാതോലിക്ക ബാവ പ്രതികരിച്ചു. സഭയെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് മാർ ക്ലെമിസ് നടത്തുന്നത്. പ്രശ്നം ചർച്ച ചെയ്യാൻ നാളെ അടിയന്തര സുന്നഹദോസ് ചേരുമെന്നും ബാവ അറിയിച്ചു. കാതോലിക്ക ബാവയും അദ്ദേഹത്തോട് അടുപ്പമുള്ള ചിലരും സഭാ സെക്രട്ടറി തമ്പു തുകലനും ചേർന്ന് കോടികളുടെ തിരിമറി നടത്തുന്നുണ്ടെന്നും ചോദ്യം ചെയ്യുന്നവരെ ഗുണ്ടകളെ വിട്ട് ഒതുക്കുന്നുവെന്നുമാണ് ഇടുക്കി ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലെമിസ് ഇന്നലെ സൂര്യ വാർത്തകളോട് വെളിപ്പെടുത്തിയത്. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും മാർ ക്ലെമിസ് അറിയിച്ചു. യാക്കോബായ സഭാ നേതൃത്വത്തിനെതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ഇടുക്കി ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലെമിസ് സഭയുടെ സാമ്പത്തിക ഇടപാടുകളിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഇതിന്റെ പിന്നിൽ ബാവ തിരുമേനിയും അദ്ദേഹത്തോട് അടുപ്പമുള്ള ചിലരും സഭാ സെക്രട്ടറി തമ്പു തുകലനുമാണെന്ന് കുര്യാക്കോസ് മാർ ക്ലെമിസ് പറഞ്ഞു. സഭയിൽ സാമ്പത്തിക ഇടപാടുകൾ സ്വകാര്യമല്ലെന്നും കോടികളുടെ അഴിമതി നടക്കുന്നതായും ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലെമിസ് പറഞ്ഞു. ബാവ തിരുമേനിയോട് അടുപ്പമുള്ള ചിലരും സഭാ സെക്രട്ടറിയും ചേർന്നാണ് വിശ്വാസികളുടെ പണം കൊള്ളയടിക്കുന്നത്. സഭയുടെ കണക്കുകൾ ഇന്നുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എത്ര കോടികൾ വരുന്നു, എത്ര കോടികൾ ചെലവഴിക്കുന്നു, അത് സഭയ്ക്ക് തന്നെ ആകുന്നു എന്ന് ആർക്കും അറിയില്ല. ഇതിന്റെ കണക്കോ ഇതിന്റെ കാര്യങ്ങളോ ആർക്കും അറിയില്ല. ഇത് വെളിപ്പെടുത്തപ്പെടാറില്ല. ചോദ്യം ചെയ്യുവാൻ ആർക്കും ധൈര്യമില്ല. ചോദ്യം ചെയ്യുന്നവരെല്ലാം ഒരു മൂലയിലേക്ക് ഒതുക്കപ്പെടുന്നതായിട്ടാണ് അനുഭവം. അപ്രകാരമുള്ള ഒരു പ്രത്യേക സംവിധാനമാണ് ഇപ്പോൾ ഈ സഭയ്ക്കുള്ളത്. അഴിമതി ചോദ്യം ചെയ്യുന്നവരെ ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. നീചവും നിന്ദ്യവുമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സഭ നടത്തുന്നത്. ഒരു അനീതി സഭയിലുണ്ട്. തമ്പുത്തുകൽ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭകളെ തന്നെ ലജ്ജിപ്പിച്ചുകൊണ്ട് ക്രൈസ്തവ സാക്ഷ്യത്തിനെതിരായി നിന്നുകൊണ്ട് ഒരു മെത്രാപ്പൊലീത്തയ്ക്ക് പീഡനങ്ങൾ നേരിടുന്നു എന്ന് വെളിപ്പെടുത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 2008 ഓഗസ്റ്റ് മാസം 24 ഇടുക്കി ജില്ലയിലെ ബിഷപ്പായി ചാർജ് എടുക്കുമ്പോൾ 3 കോടിയോളം രൂപ താൻ സഭാ നേതൃത്വത്തിന് നൽകിയിരുന്നു. ഈ പണം എന്തിനുവേണ്ടി ഉപയോഗിച്ചുവെന്ന് സഭാ നേതൃത്വം വെളിപ്പെടുത്തണം. ബലഹീന എനിക്ക് മെത്രാപ്പൊലീത്ത സ്ഥാനം ഉറപ്പാക്കി മുന്നോട്ട് പോയപ്പോൾ എന്നിൽ നിന്ന് 3 കോടി രൂപയോളം അവർ വാങ്ങുകയും അത് ഇടുക്കിയുടെ വികസനത്തിനായിട്ട് നൽകാമെന്ന് വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു. തുടർന്നുള്ള നടപടികളിലേക്ക് ഈ ധനം പൂർണ്ണമായും നൽകുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. തുടർന്നും സഭാദാസനായി പ്രവർത്തിക്കാനാണ് താൽപര്യം. സത്യം പറഞ്ഞതിന്റെ പേരിൽ ഉണ്ടാകുന്ന പുറത്താക്കൽ താൻ ഭയപ്പെടുന്നില്ലെന്നും ബിഷപ്പ് സഭാ നേതൃത്വത്തെ ഓർമ്മപ്പെടുത്തി. VS ഹൈദരലി, സൂര്യ ന്യൂസ്, ഇടുക്കി. സംസ്ഥാന